പ്രവാസി നാട്ടിൽ സ്ഥാപിച്ച കോൾഡേജ് സ്റ്റോറേജിന് മുന്നിൽ INTUC-കാരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഞങ്ങളിവിടെ ഈ കേരളത്തിലൊരു എക്സ്ക്ലൂസീവ് ഫ്രൂട്ട്സിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജ് ഇല്ല. ആ ഒരു കോൾഡ് സ്റ്റോർ ഇവിടെ പണിത് എന്നുള്ളൊരു തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി. ഫുള്ള് ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം മേളിലേക്ക് കൊണ്ടുവയ്ക്കുക, ഇത് വയ്ക്കുക, പിന്നെ അതിൽ വന്നിട്ട് അതിന് ബഹളം വയ്ക്കുക എന്നൊക്കെ കാര്യം. ഇവർ പറയുന്നു 0 ടെമ്പറേച്ചറിലൊരു കോൾഡ് സ്റ്റോറേജാണ്. ഞാൻ ഇവരോട് 0 ടെമ്പറേച്ചറിനകത്ത് 5 മണിക്കൂർ ഒരുമിച്ച് അവിടെ നിൽക്കാൻ പറ്റുമോ? എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ ചെയ്തൊരു അബദ്ധമാണോ ഇത്? അത് ഞങ്ങൾ ഒരു കൊച്ചിനെ എടുക്കുന്ന പോലെയാണ് ഞങ്ങൾ ഈ സാധനം എടുക്കുന്നത്. ഈ മുതലാളി പറയുന്നത് നശിച്ചു പോകുന്നതാണ്. അതായത് ഇവർ ശരിയാണ്, ഇവർ പറയുന്നിടത്ത് നടക്കുള്ളൂ. മുതലാളിമാരൊന്നും ഇപ്പം മുതലാളിമാരുടെ അവസ്ഥ ആർക്കറിയാം. തൊഴിലാളികളുടെ പശ്ചാത്തലം ഞങ്ങൾക്ക് പരിശോധിക്കേണ്ടി വരും. എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് ഇവിടെ പലയിടത്തു നിന്നും വിളിച്ചു പറയേണ്ടി വരും. നിങ്ങൾ കൊടുക്കുന്നിടത്തൊക്കെ ഉണ്ടാക്കുന്ന ലാഭത്തിന്റെ കച്ചവടത്തിന്റെ രഹസ്യങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ടി വരും. എന്താ ചെയ്യണ്ടേ? രൂപയാണ് താങ്കൾ 12 കോടിയുടെ മേളിൽ മുടക്കിയിട്ടുണ്ട്. തൊഴിലാളികൾക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ തൊഴിലിന് വേണ്ടി എവിടെ പോകും? നാളെ ഒരു കോർട്ട് ഓർഡർ കൊണ്ട് മാത്രം ജീവിച്ചു പോകാനുള്ള അവസ്ഥ കേരളത്തിലില്ല. ഇപ്പോഴെങ്കിലും പറഞ്ഞൊരു നന്ദി. ഞാൻ അനുഭവിക്കാൻ വന്ന് എനിക്കറിയുള്ളൂ. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ തുറന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ എനിക്ക് സംരക്ഷണം തരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം തുറന്ന് പറഞ്ഞുതരാം. എത്ര രൂപയാണ് ആവശ്യപ്പെട്ടതല്ലോ? നമസ്കാരം. 12 കോടി രൂപ മുതൽ മുടക്കി ഒരു പ്രവാസി നാട്ടിൽ സ്ഥാപിച്ച കോൾഡേജ് സ്റ്റോറേജിന് മുന്നിൽ INTUC-കാരുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. ഇവിടെ 2 പേർക്ക് തൊഴിൽ നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പ്രതിഷേധം നടത്തുന്നത്. അവരുടെ ആവശ്യം അന്യായമാണെന്നാണ് ഈ പ്രവാസി പറയുന്നത്. കമറുദ്ദീനാണ് ആ പ്രവാസി. അദ്ദേഹം 12 കോടി രൂപ ചിലവിട്ട് നിർമ്മിച്ച കോൾഡേജ് സ്റ്റോറേജാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഇവിടെ എല്ലാം ഓട്ടോമേറ്റഡ് മെഷീൻസാണ്. ഫോർക്ക് ലിഫ്റ്റും മറ്റുമൊക്കെ ഉപയോഗിച്ചാണ് ഇവിടെ ലോഡ് ഇറക്കുന്നതും അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് സ്പേസിലേക്കൊക്കെ കയറ്റി വയ്ക്കുന്നതുമൊക്കെ. അവിടെ ഈ ഒരു സാങ്കേതിക പരിജ്ഞാനമുള്ള തൊഴിലാളികൾക്ക് മാത്രമേ പറ്റുകയുള്ളൂ, അവിടെ ജോലി ചെയ്യാൻ പറ്റുകയുള്ളൂ എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും ഈ തൊഴിലാളി സമരത്തിൻ്റെ നേതാക്കളോട് ചോദിക്കാം എന്താണ് അവരുടെ ആവശ്യമെന്ന്. എന്താണ് നമ്മുടെ ആവശ്യം? എന്തിനാണ് ഇങ്ങനെ ഒരു പ്രതിഷേധം? ഈ പ്രദേശത്ത് ലോറിയിൽ വരുന്ന സാധനങ്ങൾ ലോറിയിൽ നിന്ന് താഴോട്ട് ഇറക്കുന്ന തൊഴിൽ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന യൂണിയനാണ് INTUC. അതിനുവേണ്ടി ക്ഷേമനിധി ബോർഡിൻ്റെ പൂൾ നമ്പർ 30 പൂൾ നമ്പർ 30-ൽപ്പെട്ട തൊഴിലാളികളാണ് ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സ്ഥാപനത്തിൻ്റെ ഉടമസ്ഥൻ അവർക്ക് തൊഴിൽ കൊടുക്കില്ല എന്നുള്ള ഒരു പിടിവാശിയിലാണ്. അതാണ് ഇവിടുത്തെ പ്രശ്നം. ഇതിനപ്പുറത്തേക്കുള്ള ഭാഗങ്ങളിൽ കുറച്ചുകൂടി തെക്കോട്ട് ചെന്ന് കഴിഞ്ഞാൽ അവിടെ CITU ആണ് അവിടെ ചെയ്യുന്നത്. ഇതിൻ്റെ ആ ഭാഗത്തേക്ക് ചെന്നാൽ അവിടെ നെട്ടൂർ INTUC ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഓരോ ഏരിയ തിരിച്ച് പൂൾ നമ്പർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ പൂൾ നമ്പറിൽപ്പെട്ട തൊഴിലാളികൾക്ക് ഈ തൊഴിൽ ചെയ്യാനുള്ള അവസരം ഈ ഉടമസ്ഥൻ നൽകുന്നില്ല. അവിടെയാണ് വിഷയം. അദ്ദേഹം പറയുന്നത് ഇവിടെ ഫോർക്ക് ലിഫ്റ്റ്, അതായത് യന്ത്രങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്, അതുകൊണ്ട് തൊഴിലാളികൾക്ക് ഇവിടെ ആവശ്യമില്ലെന്ന് അദ്ദേഹം പറയുന്നത്. തൊഴിലാളികൾക്ക് ആവശ്യമില്ലെന്ന് പറഞ്ഞാൽ പൂർണ്ണമായും യന്ത്രവൽക്കരണം നടന്നിട്ടില്ല. തൊഴിലാളികൾക്ക് ചാൻസ് ഉണ്ട്. പിന്നെ ഈ തൊഴിലാളികൾ തൊഴിലിന് വേണ്ടി എവിടെ പോകും? അവരുടെ ഉപജീവന മാർഗം അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന തൊഴിലാണ് ഈ പറയുന്നത്. അതിനുള്ള അംഗീകാരമാണ് ക്ഷേമനിധി ബോർഡ് ഇവരെ അംഗീകരിച്ച് പൂൾ നമ്പർ കൊടുത്ത് ഇവർക്ക് പിന്നെ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡൻറ്റ് ഫണ്ട് മുഴുവൻ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിരിക്കുന്നത്. ഈ മുതലാളിമാർ വന്നു കഴിഞ്ഞാൽ അവിടെ പോയി ഇത് രജിസ്റ്റർ ചെയ്യണം എന്നവരുടെ നിർബന്ധമുണ്ട്. അതൊന്നും ചെയ്യാതെ ഈ തൊഴിലാളികൾക്ക് ഇത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളൊരു വാശി ശരിയല്ല. നമ്മൾ ഇവരോട് സംസാരിച്ചപ്പോൾ എന്താ പറഞ്ഞത്? അല്ല, സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു യാതൊരു കാരണവശാലും ഈ തൊഴിലാളികൾ വെച്ച് പണിയെടുക്കാൻ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അവരതിനിപ്പോൾ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിൽ നിന്നും കാശ്മീരിൽ നിന്നൊക്കെ തൊഴിലാളിയെ കൊണ്ടുവന്ന് ചെയ്യണം. അതിപ്പോഴത്തെ എല്ലാ മുതലാളിമാരും ചെയ്യണ പരിപാടിയാണ്. നമ്മളതിനെതിരില്ല, അവർക്ക് പണി കൊടുക്കുന്നതല്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ ജീവന മാർഗ്ഗമാണ്. അത് ഫ്രൂട്ട്സ് ആണെങ്കിലും എന്ത് സാധനങ്ങളായാലും ഫ്രൂട്ട്സ് ആണെങ്കിലും എന്താണെങ്കിലും ഉപജീവന മാർഗ്ഗമാണ്. അത് ഞങ്ങൾ ഒരു കൊച്ചിനെ എടുക്കുന്ന പോലെയാണ് ഞങ്ങൾ ഈ സാധനം എടുക്കുന്നത്. ഈ മുതലാളി പറയുന്നത് നശിച്ചു പോകുന്നതാണ്. ആ നശിച്ചിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും തൊഴിലാളിയുടെ ഭാഗത്ത് അങ്ങനെ നശിപ്പ് വരുത്തുകയാണെങ്കിൽ ഞങ്ങൾ അവർ പേര് നടപടിയെടുക്കാൻ തയ്യാറാണ്. ഞങ്ങളിവിടെ മുതലാളികളെ തടയാനോ പിടിക്കാനോ ഒന്നും പോയിട്ടില്ല. ഞങ്ങൾക്ക് പണിയണം. കാരണം ഈ വെയിലത്ത്
വെയിലത്ത് നിന്ന് പണിയെടുക്കുന്ന ആൾക്കാരാണല്ലോ. കാരണം മഴയത്താണെങ്കിലും വെയിലത്താണെങ്കിലും പണിയെടുക്കുന്ന ചുമട്ട് തൊഴിലാളികൾ അവരെ പഴയ സ്വഭാവം എന്നൊക്കെ ഇവിടെ പറയുന്നു. പക്ഷേ ചുമട്ട് തൊഴിലാളിക്ക് അന്നും ഇന്നൊക്കെ സ്വഭാവം കണ്ടിരിക്കുക കാലഘട്ടത്തിന് മാറ്റം വന്നിട്ടുണ്ട്. കാരണം ഈ ബോർഡ് വന്നതോടുകൂടി ഇപ്പോൾ തമ്മിൽ തല്ലില്ല. നിങ്ങൾ എവിടെയെങ്കിലും കെട്ടിട്ടുണ്ടോ? CIT INTUC തല്ല് കെട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ എല്ലാവരും ഏകോദര സഹോദരന്മാരും ഇരിക്കുന്നതാണ്. ഈ പദ്ധതി കുറിച്ച് ഈ തൊഴിലുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ തൊഴിലോടെ വേണ്ടി ഞങ്ങൾ വളരെ വിനയപരിസരം പറയുന്നത്. ഞങ്ങളാരും തല്ലുപിടിക്കാൻ പറ്റത്തില്ല. ഒരു കാര്യം ബീഹാർ ചെയ്താലും ഉത്തർപ്രദേശ് ചെയ്താലും കാശ്മീർ ചെയ്താലും തൊഴിലാളി തന്നെയല്ലേ. ആ തൊഴിലാളിക്ക് വരും എന്തുകൊണ്ട് ഇവിടെ എടുക്കാൻ പാടില്ലാത്തത്? ഞങ്ങൾ എടുക്കാൻ തയ്യാറാണ്, ഞങ്ങൾക്ക് വേണ്ടെന്ന് പറയുന്നില്ല. അപ്പോൾ ഞങ്ങൾക്ക് തൊഴിൽ കിട്ടണം. അത് ഇവർ INTUCയെ സ്വാധീനിക്കാൻ പല വഴി നോക്കുന്നുണ്ട്. സാമ്പത്തികമായിട്ട് ഞങ്ങളതിൽ നിൽക്കില്ല. അത് വലിയ തുക തരാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ നേതാക്കന്മാരോടൊക്കെ പറയുന്നത് ഞങ്ങളതിന് നിൽക്കില്ല. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നിരന്തരം ഇത് അവസാനിക്കണവരും ഈ ഓരോ തലമുറ വരുമ്പോൾ അവർക്ക് തൊഴിൽ വേണം. ആ തൊഴിലിന് വേണ്ടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അല്ല INTUC ഒരു മുതലാളി വരെ തടസ്സപ്പെടുന്നില്ല. ഈ കഴിഞ്ഞ ദിവസം ഏതൊരു ചാനലുകാർ പറഞ്ഞെന്ന് പറഞ്ഞ് തൊഴിൽ തടസ്സപ്പെടുന്നു. എങ്ങനെ തൊഴിൽ തടസ്സപ്പെടുന്നു? ഞാൻ ഈ പറഞ്ഞാണ് കാര്യങ്ങൾ. അതൊന്ന് മനസ്സിലാക്കി നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സഹായിക്കുക, അത്രയാണ്. എന്നിട്ട് നിങ്ങളാണല്ലോ സംസാരിച്ചത്. ആദ്യ തുടക്കം എങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾ തമ്മിലുള്ള? നമ്മൾ ബിൽഡിംഗ് പണി തുടങ്ങിയ സമയത്തൊക്കെ നല്ല പക്ക ക്ലിയർ ആയിരുന്നു. ഞങ്ങൾ അതിൻ്റെ രീതിയിൽ സാധനങ്ങൾ ഇറക്കും, ന്യായമായ കൂലിയും മേടിച്ച് കാര്യങ്ങൾ കൊണ്ട് ഇത്രയും രീതിയിൽ ബിൽഡിംഗ് വന്നു. ബിൽഡിംഗ് ഓപ്പണിംഗ് ആകണതിന് ഒരാഴ്ച മുമ്പ് ചോദിച്ചു എന്തായി ഞങ്ങൾ സംസാരിക്കാൻ പറ്റുന്നില്ലെന്ന് ചോദിച്ചു. നമ്മളുടെ വർക്കാണല്ലോ. അപ്പോൾ നമ്മൾ അത് വരാൻ പറഞ്ഞിട്ട് ഇങ്ങനെ തീറ്റിച്ചുകൊണ്ടിരുന്നു. ലാസ്റ്റ് ഒരു സുപ്രഭാതത്തിൽ നോക്കിയപ്പോഴത്തേക്കും കണ്ടെയ്നർ 3 കണ്ടെയ്നർ വന്ന് കയറ്റിയിട്ട് ലോഡ് ഇറക്കുന്നു. ഞങ്ങൾ നേരെ വന്നിട്ട് പറഞ്ഞ് ലോഡ് ഇറക്കാൻ പറ്റില്ല, ലോഡ് ഇറക്കുന്നത് ഞങ്ങളാണ്. ഈ പരിധിയിൽ എന്താ വെച്ചാൽ തിരുവനന്തപുരത്ത് ഗസറ്റിൽ നമുക്ക് അപ്ഡേറ്റ് ചെയ്തേക്കുന്ന ഒരു പേപ്പറുണ്ട്. ആ പേപ്പർ വെച്ചിട്ട് ഈ ഏരിയയിൽ നമ്മളാണ് ലോഡ് ഇറക്കുന്നത്. INTUC മാത്രമുള്ളൂ ഇവിടെ നിന്ന്. അതുകൊണ്ട് ഞങ്ങൾ ലോഡ് ഇറക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ തന്നെ അദ്ദേഹം പോലീസിനെ വിളിച്ച് ഞങ്ങൾക്ക് ഹൈക്കോടതി ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഹൈക്കോടതി ഓർഡർ കാണിക്കും. എന്തെങ്കിലും ഒരു പേപ്പർ കൊണ്ടിട്ട് ഞങ്ങൾ വിദ്യാഭ്യാസം ഇല്ലാത്ത ആൾക്കാരായിരിക്കാം. പക്ഷേ ആ പേപ്പർ ഞങ്ങൾക്ക് പിന്നീട് ഞങ്ങളുടെ നേതാക്കന്മാരെ കാണിച്ചിട്ട് ഞങ്ങൾക്ക് അത് എന്താണെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇതിൽ വഞ്ചിതരായില്ല. ഞങ്ങൾ തടുത്ത് ഞങ്ങൾ അടുക്കാൻ വേണ്ടി വന്നല്ലേ. ഞങ്ങൾ ലോഡ് എടുക്കാൻ വേണ്ടി ഇപ്പോൾ നമ്മൾ വണ്ടി കയറ്റിയപ്പോഴത്തേക്കും അദ്ദേഹം പോലീസിനെ വിളിച്ച് ഞങ്ങൾ ആ ബിൽഡിങ്ങിൻ്റെ അകത്തുനിന്ന് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കും സാറ് പറഞ്ഞ് വൈകുന്നേരം 2 ദിവസത്തിനുള്ളിൽ എന്തായാലും ഇതിനൊരു നമുക്ക് തീരുമാനം ഉണ്ടാക്കാം. അതുകൊണ്ട് ഈ വന്നേക്കുന്ന സാധനം നശിഞ്ഞു പോകരുതെന്നുള്ള ഒരു അടിസ്ഥാനത്തിൽ CI സാറ് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങളെല്ലാവരും പോയി ആ ലോഡ് അവരെ ഇറക്കി. എന്തായാലും ഞങ്ങൾ ജില്ലാ കമ്മിറ്റി പറഞ്ഞേക്കണത് വണ്ടി ഇറക്കാൻ പറ്റുന്നതാണ്. അങ്ങനെ തടുത്ത് ഞങ്ങൾ ചോദിച്ചിട്ട് ഇത് ഹൈക്കോടതി ഓർഡർ ഉണ്ട്. നമ്മൾ ഈ ഓർഡറൊക്കെ ഞങ്ങൾ ആദ്യം കണ്ടാ സാറേ. ഇത് CI സാർ ഇത് വായിച്ചു നോക്കിയിട്ട് പറഞ്ഞു ഇതുകൊണ്ട് ഒന്നും എടുക്കാൻ പറ്റൂല, യൂണിയൻകാർക്കെതിരെ ഒന്നും എടുക്കാൻ പറ്റില്ല. അന്ന് CI പറഞ്ഞാൽ നിങ്ങൾ ലോഡ് ഫോർക്ക് ലിസ്റ്റിലാണ് ലോഡ് ഇറക്കുന്നതെങ്കിൽ ഈ ഇറക്കി കയറ്റിക്കൊണ്ടുവന്ന വണ്ടി ഉണ്ടല്ലോ അത് ഏതായാലും കഴിക്കാണ് കയറുന്നത്. ആ പണിയെങ്കിലും ഞങ്ങൾക്ക് തരാൻ വേണ്ടി ഞങ്ങൾ സംസാരിച്ചത്. ഇത് പ്രവർത്തനം തടസ്സപ്പെടുത്തുമോ? എങ്ങനെയാണ്? പ്രവർത്തനം തടസ്സപ്പെടുത്തിയിട്ടില്ല ഇന്നവരെ. പക്ഷേ ഇനിയൊരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഇന്നലെ CI സാർ പറഞ്ഞിട്ടുണ്ട് ഒന്നല്ലെങ്കിൽ കോടതി ഓർഡർ നിങ്ങൾ മേടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ അവരായിട്ട് ചർച്ച ചെയ്തിട്ട് ലോഡ് ഇറക്കിയാൽ മതി എന്നുള്ള രീതിയിൽ തീരുമാനം സാർ ഇന്നലെ 7 മണിക്ക് വിളിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് സാറ് പിന്നെ വിളിച്ചിട്ടില്ല. ഞാൻ തീരുമാനം കൂടി അറിഞ്ഞിട്ട് വേണം ഞങ്ങൾ അടുത്ത പരിപാടി പരിഹരിക്കാനാണല്ലോ. ഇതില്ലേ ഞങ്ങളെല്ലാവരും പറയാം രമ്യമായി പരിഹരിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം സംബന്ധിച്ചുള്ളത്. തൊഴിലാളിക്ക് പണി കൊടുക്കണം. ഈ തൊഴിലാളിക്ക് വരെ രാത്രി പിടിച്ചു പറിക്കാൻ പോകുന്ന പറ്റില്ലല്ലോ. അവർ വലിയ മുതലാളിമാരാണ്, അവരതിലായിക്കോട്ടോ. അവർ സാധനം നശിപ്പിക്കാതെ, കാരണം ഈ തൊഴിലുണ്ടെങ്കിലേ ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുള്ളൂ. തൊഴിലാളിക്ക് ഞങ്ങൾ ഒരു സ്ഥലത്തും INTUCയെ സംബന്ധിച്ചുള്ള പിടിച്ചുപറിക്കാരെന്നുള്ളൊരു പേര് ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല. അത് ഞങ്ങളുടെ K. കരുണാകരൻ തുടങ്ങിയുള്ള ലീഡർമാർ ഉണ്ടാക്കിയ ഞങ്ങൾക്ക് നിർദ്ദേശങ്ങളാണ്. ഈ സ്ഥാപനം ഉടമ കമറുദ്ദീൻ നമ്മോടൊപ്പം ചേരുകയാണ്. അദ്ദേഹത്തിന് എന്താണ് പറയാനുള്ളത്? പ്രശ്നം ഈ തൊഴിലാളികൾ പറയുന്നത് നിങ്ങൾ ചുമട്ടിറക്കാൻ അവരെ അനുവദിക്കുന്നില്ല, അവരെ ജോലിക്ക് എടുക്കുന്നില്ല എന്ന് പറയുന്നു. എന്താണ് അവസ്ഥ? ഞങ്ങൾ ഇവിടെ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തു. ഞങ്ങൾ ഈ മുംബൈ, ചെന്നൈ, ബാംഗ്ലൂരൊക്കെ ഉള്ളൊരു കമ്പനിയാണ്. ഞങ്ങളിവിടെ ഈ കേരളത്തിലൊരു എക്സ്ക്ലൂസീവ് ഫ്രൂട്ട്സിൻ്റെ ഒരു കോൾഡ് സ്റ്റോറേജ് ഇല്ല. ആ ഒരു കോൾഡ് സ്റ്റോർ ഇവിടെ പണിത് എന്നുള്ളൊരു തെറ്റ് ഞങ്ങൾ ചെയ്തു പോയി. ആ തെറ്റാണ് ഞങ്ങളുടെ തെറ്റ് ചെയ്തത്. കാരണം ഇതെടുത്ത അന്ന് ഫസ്റ്റ് കണ്ടെയ്നർ വന്ന് തുടങ്ങിയപ്പോൾ പ്രശ്നങ്ങൾ ഞങ്ങൾ ഇവരെല്ലാവരും കാണിച്ചു കൊടുത്തു. ഇത് നമ്മുടെ ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കാര്യങ്ങൾ ഇതെല്ലാം ആ ബന്ധമുള്ള കാര്യങ്ങളാണ്. ഫോർക്ക് ലിഫ്റ്റ് വഴി വന്നു സാധനം. അതേപോലെ പാലറ്റൈസസ് നമ്മൾ പല രാജ്യങ്ങളിൽ നിന്ന് ഇങ്ങനെ കൊണ്ടുവരുന്നതാണ്. കാരണം നമ്മുടെ മേഖല അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ്. ഈ ബൈ ഹാൻഡിൽ ഫ്രൂട്ട്സ് പെരിഷബിളാണ്. ഞങ്ങൾ ഈ തൊഴിലാളികൾക്കെതിരല്ല. തൊഴിലാളിക്ക് ഞങ്ങളുടെ മറ്റുള്ള സ്ഥാപനങ്ങളുണ്ട്. 160-ൽ പരം കുടുംബങ്ങൾ ഞങ്ങൾ ജീവിക്കുന്നുണ്ട്. എനിക്ക് ഇവരെ കുടുംബം മുട്ട് എന്തിട്ട് കാര്യമുണ്ടോ? ആർക്കും എതിരല്ല, ഞങ്ങൾ ആർക്കും എതിരല്ല. പക്ഷേ ഈ ഒരു ജോലി അവർക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. ഇത് ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഫുള്ള് ഫോർക്ക് ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന സാധനം മേളിലേക്ക് കൊണ്ടുവയ്ക്കുക, ഇത് വയ്ക്കുക, പിന്നെ അതിൽ വന്നിട്ട് അതിൽ ബഹളം വയ്ക്കാൻ പറഞ്ഞ കാര്യമില്ല. പലതവണ ഇടയ്ക്കിടയ്ക്ക് വരും ബഹളം വയ്ക്കും. കോർട്ട് ഓർഡർ ഞങ്ങൾക്ക് പ്രശ്നമില്ല, ഇത് പ്രശ്നം ഇത് ഞങ്ങളെതിരല്ല. എങ്ങനെ ഇവിടെ ജീവിക്കണ്ടേ? ഞങ്ങൾ ചെയ്തൊരു അബദ്ധമാണോ ഇത്?
എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട കോടതി ഉത്തരവ്, അതുപോലെ തന്നെ ഗവൺമെൻറ് ഒരു സപ്പോർട്ട് എന്നെപ്പോലെ ഒരു സാധാരണക്കാരന് വേണം. അതായത് താങ്കളുടെ സ്ഥാപനത്തിൽ ഈ തൊഴിലാളികളെ കൊണ്ട് ചെയ്യിക്കേണ്ട ജോലികളൊന്നുമില്ല. തൊഴിലാളി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാം തന്നെ ഓട്ടോമേഷനാണ്. നിങ്ങൾ വന്ന് കഴിഞ്ഞാൽ അവിടെ അറിയാൻ പറ്റും, ഞങ്ങളെല്ലാം ഫോക്ക് ലിഫ്റ്റാണ്. അതുപോലെ കൈകാര്യം ചെയ്യുന്ന അതൊക്കെ ഒരുപാട് ട്രെയിൻഡ് ആയിട്ടുള്ള സ്റ്റാഫുകളാണ്. നമുക്ക് ഇപ്പോൾ ബഹുമാനപ്പെട്ട കോടതി അതുപോലെ ഗവൺമെൻറ്റിൻ്റെ ഒരു ഹെൽപ്പ് വേണം. സാധാരണക്കാരനെ എൻ്റെ അവസ്ഥ ഇതാണ്. ഞങ്ങൾക്ക് വലിയ പിടിപാടൊന്നുമില്ല, പക്ഷേ ഇതിനൊന്ന് നിങ്ങൾ ഇടപെട്ട് ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. എല്ലാ നേതാക്കളോടും രാഷ്ട്രീയ ഭേദം നമ്മൾ ചോദിക്കുന്ന ഒരൊറ്റ കാര്യമാണ്. അല്ലാതെ എന്ത് ചെയ്യും സുഹൃത്തെ? ഞാനിവിടെ മുംബൈയിൽ ചെയ്യുന്നു, എൻ്റെ ബിസിനസ്സിന് 80% കമ്പനിയെ ഞാൻ ഇങ്ങോട്ട് അവിടെ കൊണ്ടുവരുന്നു. എൻ്റെ നാട്, എൻ്റെ സ്ഥലം, എനിക്കൊരു ആഗ്രഹമില്ല ഇവിടെ ഒരു ഓഫീസ് കൊണ്ട് എല്ലാം കൂടെ ഒരുമിച്ച് വേണമെന്നുള്ളത്. ഇവിടെ വന്നു ചെയ്തു, അത് കണ്ടിട്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ നമ്മൾ കുറ്റപ്പെടുത്തിക്കുമോ? ഞങ്ങൾ ഒന്നിനെതിരാന്ന് എത്രയായി പറയണു. ഇത് കണ്ടിന് ആർക്ക് വരെ അവിടുത്തെ സംഭവം എന്താ നടക്കുന്നുള്ളത്? ബാംഗ്ലൂർ ചെയ്യുന്നു, ചെന്നൈ ചെയ്യുന്നു. ഞങ്ങൾക്ക് ഒരു പ്രയാസമില്ല, ഒരു കേരളീയനെ അല്ലാത്ത ഞാൻ അവിടെ പോയി അവിടെയുള്ള എല്ലാവരും ഞങ്ങൾക്ക് ഇത്തിരി സപ്പോർട്ടാണ്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇവരായിട്ട് ചർച്ചയ്ക്ക് നിൽക്കില്ല. ഞങ്ങൾ കോട്ടയോടാണ് ഇവർ ഓരോന്ന്. ഇപ്പോൾ ഇന്ന് കൊടുത്ത സംഭവമാണ്, പുതിയൊരു കേസാണ്. ലക്ഷോർ ഹോസ്പിറ്റലിലുള്ള രോഗികൾക്ക് ഉറങ്ങാൻ പറ്റണില്ല ഈ ഒരു സ്ഥാപനം കാരണം. അപ്പോൾ മനസ്സിലായില്ലേ, നമ്മൾ ഒന്നിൽ പരാജയപ്പെട്ട അടുത്ത ഒരു, അതായത് ഇവർ ശരിയാണ്, ഇവർ പറയുന്നിടത്ത് നടക്കുള്ളൂ. മുതലാളിമാരൊന്നും ഇപ്പം മുതലാളിമാരുടെ അവസ്ഥ ആർക്കാതിരിക്കാൻ വേണ്ടി എത്ര വലിയ ശബ്ദമലിനീകരണം അത് നിങ്ങളകത്തുനിന്ന് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്, ലൈസൻസ് എടുത്ത് വെച്ചിട്ടുണ്ട്, ഫയർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞതാണ്, ഇനി ഇതിന് ഏതെങ്കിലും ഒരു ഡോക്യുമെൻ്ററി ഇല്ലാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും എൻ്റെ അവസ്ഥ ഇവിടെ? നാളെ ഒരു കോർട്ട് ഓർഡർ കൊണ്ട് മാത്രം ജീവിച്ചു പോകാനുള്ള അവസ്ഥ കേരളത്തിലില്ല. എൻ്റെ പ്രിയപ്പെട്ട എൻ്റെ രാഷ്ട്രീയ നേതാക്കളോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കോടതി നമ്മളൊന്ന് ജീവിക്കാൻ ഉപയോഗിക്കും. എന്താ ചെയ്യണ്ടേ? എത്ര കോടി രൂപയാണ് താങ്കൾ 12 കോടിയുടെ മേളിൽ മുടക്കിയിട്ടുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റ് കേരളയുടെ ഭാഗമായിട്ട് ഒഫീഷ്യലോ ലെറ്റർ ഇൻവിറ്റേഷൻ കിട്ടിയ ഒരാളാണ്. 160 കോടി ടേൺ ഓവർ ചെയ്തൊരു കമ്പനിയിൽ ഞങ്ങളൊരു പുതിയ പ്രോജക്റ്റ് വീണുമായി ബന്ധപ്പെട്ട് തന്നെ സംസാരങ്ങളൊക്കെ നടന്നു. ഇതാണ് അവസ്ഥ. ഇതിൽ നേരത്തെ നിങ്ങൾ രാഷ്ട്രീയ നേതൃത്വമായിട്ട് INDC-യുടെ സംസ്ഥാന പ്രസിഡന്റ് ഉൾപ്പെടെയായിട്ട് സംസാരിച്ചിരുന്നു. നമ്മൾ അത് പരിഹാരം എന്ന് പറയുന്നത് അത് നേരായൊരു പരിഹാരമല്ല അവർക്ക് ആവശ്യം. നേരായ പരിഹാരം ആവശ്യമെങ്കിൽ ഇതല്ല. കാരണം ഇപ്പോൾ കണ്ടില്ല, ഇപ്പോൾ അവർ തൊഴിലാളിയുടെ കാര്യം മാറ്റി, ഇപ്പോൾ പറഞ്ഞ പരിസ്ഥിതി പ്രശ്നങ്ങൾ, രോഗികൾക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ അതായത് നമ്മൾ അവിടെ ഇതാണ് അവസ്ഥ. അവർ നമ്മൾ അതിൽ തോറ്റവർ ഇതിൽ പിടിക്കും. നാളെ വേറൊരു സംരംഭമായിട്ട് വരും. എന്നെ പൂട്ടിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഈസിയാണ്. നമ്മുടെ നാട്ടിലെ അവസ്ഥ ഇതാണ്, എന്നെ അടച്ചു പൂട്ടാന്നുള്ള അവർക്ക് ഈസിയാണ്. ഞാനത് അഗ്രി ചെയ്യുന്നു. നിങ്ങൾ പൂട്ടി അടക്കി എന്തെങ്കിലും ചെയ്യും, ഞാനിവിടെ നിന്ന് മാറാം. 100-150 കുടുംബങ്ങൾക്ക് ഞാൻ കൊടുക്കേണ്ടി. ഇപ്പോൾ പായ്മാരെ കാര്യങ്ങൾ പറയും, എന്താ ഇവിടെ ചെയ്യും? ഇവരെ കൊണ്ട് ഏൽപ്പിക്കാത്ത എന്താ? ഫ്രൂട്ട്സ് മേഖലയിൽ അനുഭവിക്കുന്ന വിഷയങ്ങൾ നമുക്കറിയാം. അത് ഫോക്ക് ലിഫ്റ്റുമായി ഇത് നമ്മൾ വന്ന് നോക്കി അറിയാം. നമുക്ക് പെരിഷബിൾ ഗുഡ്സാണിത്. ഇത് ഹാൻഡിൽ ചെയ്ത് ഇവർ താഴെയിലിട്ട് ഇവർ പറയുന്നു 0 ടെമ്പറേച്ചറിലൊരു കോൾഡ് സ്റ്റോറേജാണ്. ഞാൻ ഇവരോട് 0 ടെമ്പറേച്ചറിനകത്ത് 5 മണിക്കൂർ ഒരുമിച്ച് അവിടെ നിൽക്കാൻ പറ്റുമോ? 5 മണിക്കൂർ അകത്ത്, ഇവിടെ 1 മണിക്കൂർ ഈ 0 ടെമ്പറേച്ചർ ഇവരകത്ത് നിന്ന് കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമായിട്ട് വരില്ല ഇവരെ കൊണ്ട് സംഭവിക്കുമോ? ശരി, നിങ്ങൾ വന്നിട്ട് ഓക്കെ ആണെങ്കിൽ ഇവർ ജോലി ചെയ്തോട്ട്, ജോലിക്ക് ഒന്നിനും ഞങ്ങൾ എതിരല്ല. ഇത്രയും കുട്ടികൾ ആ നാട്ടുകാർക്ക് ജോലി കൊടുക്കുകയാണെങ്കിൽ ഞാൻ എന്തിനാ എതിരേക്കണം? എൻ്റെ നാട്ടിൽ വന്നിട്ട് എൻ്റെ നാട്ടിൽ എനിക്ക് അവസ്ഥ ഇതാണെങ്കിൽ ശരി, ഞങ്ങൾ അടയ്ക്കാം, പോവാം, വേറെ എന്തിപ്പോൾ ചെയ്യാനാ? ബഹുമാനപ്പെട്ട എൻ്റെ രാഷ്ട്രീയ നേതൃത്വം പറയുന്നത് ഇതാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു. പ്രവാസത്തിൽ ഇവിടെ വന്നത് ഇതൊക്കെ എന്നെപ്പോലെ ഒരുപാട് പ്രവാസത്തിൽ ഇവിടെ വന്ന് നാട്ടിൽ ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന പലരും സ്ഥാപനം, അവരോട് എൻ്റെ ഒരു നിർദ്ദേശം, നിങ്ങൾ വരുന്ന മുമ്പ് ആദ്യം നിങ്ങളുടെ കോർട്ട് ഓർഡർ ഒന്നുമല്ല, നാട്ടിലെ ഈ ചെറിയ ചെറിയ തൊഴിലാളികൾ നിങ്ങൾ പോയി കണ്ട് അവരൊക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ തുടങ്ങിക്കോ. കാരണം അവർ മതി ഈ സ്ഥാപനങ്ങളും എല്ലാം നശിപ്പിക്കാനും. വേറെ ആരും വിചാരിച്ചൊന്നും നടക്കില്ല ഇവിടെ. അതുകൊണ്ട് നിങ്ങൾ ആർക്കും ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ പോയി കണ്ട് എനിക്ക് പറ്റിയ തെറ്റ് നിങ്ങൾക്ക് ആർക്കും ഉണ്ടാവരുതെന്ന് ഞാൻ നിങ്ങളോട് കൈകൂട്ടി പറയാം. ഈ മറ്റ് സ്ഥാപനങ്ങളിൽ നിങ്ങൾ ഇവർക്ക് തൊഴിൽ കൊടുക്കുന്നുണ്ട്? അവർ തന്നെയാണ് ഇറക്കുന്നത്. ഞങ്ങളുടെ ഗ്രീൻ സംഘാടി പോലെ റീറ്റെയിൽ സ്ഥാപനമുണ്ട്. അവർ വന്ന് ഏതെങ്കിലും ഒരു കടയിൽ ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഇഷ്യൂ ഞങ്ങൾക്ക് അവർക്കെതിരെ കേസ് കൊടുക്കുന്നവർ പറയട്ടെ. ഞാൻ പറയണ ജോലി അവർ ചെയ്യാലോ. അവരുടെ ഏതെങ്കിലും സ്ഥാപനത്തിൽ അവർ ഞങ്ങളുടെ സ്ഥലം എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഞങ്ങളുടെ വന്നൊരു പേപ്പറോ അവർക്ക് ഉണ്ടെന്ന് തെളിയിച്ചാൽ ഈ പരിപാടി ഞാൻ നിർത്തി പോവാം. പോലീസുകാർക്ക് അനുകൂലമാണ്. പക്ഷേ അവരെന്ത് ചെയ്യും? ഇവരിവിടെ വരും, അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകും. ഇത് ഡെയിലി തന്നെയാണ് പണി. എൻ്റെ റീഫർ ട്രക്ക് 0 ട്രക്ക് വരുന്ന കണ്ടെയ്നർ ഇവിടെ കിടക്കും, പുറത്ത് കിടക്കും, അവർ കൊണ്ടുപോകും. പിന്നെയും ഒരു 2 ദിവസം അവർ വീണ്ടും വരും. എവിടെ നിന്നൊക്കെ വരുന്ന ഗുഡ്സ് ആണ്? കൂടുതലായിട്ട് ഞങ്ങൾക്ക് ഇപ്പോൾ യൂറോപ്പ് അതുപോലെ തന്നെ അമേരിക്ക പോലുള്ള സാധനങ്ങൾ വരുന്നത് എല്ലാം തന്നെ ഇത്രയും ശ്രദ്ധിച്ച് എല്ലാം റാക്ക് ചെയ്ത് കാര്യങ്ങളാണ് വരുന്നത്. ഇവിടെ എത്തുമ്പോൾ പാലറ്റൈസ് ഇറക്കുന്നു, കയറ്റി വിടുന്നു. ഇനി ട്രക്ക് ചെയ്യാൻ പറ്റുന്ന കണ്ടില്ല, അവരുടെ ആവശ്യം ഇതാണ്. അതൊക്കെ ചെയ്തു അവിടെ നിന്ന് വീണ്ടും ഞങ്ങൾ തന്നെ വയ്ക്കാം. അതിലെന്ത് ന്യായമാണ് ഉള്ളത്? അല്ലാതെ എന്ത് ചെയ്യുക? ഇപ്പോൾ കണ്ടില്ലേ, ഇന്ന് അടുത്ത കേസ്, നാളെ അടുത്ത കേസ് എനിക്കെതിരെ കൊടുക്കും. ഇന്നിപ്പോൾ ഈ കേസ് കൊടുത്തില്ല. ലക്ഷോർ ഹോസ്പിറ്റലിലെ രോഗികൾക്ക് ഉറങ്ങാൻ സമ്മതിക്കാൻ പറ്റില്ല എന്ന് പറയുന്ന കേസ് നിങ്ങളൊരു ലോജിക്ക് മനസ്സിലാക്കുക. അത് എന്നെ തളർത്താനല്ലേ? ശരി, ഞാൻ കാരണം തളരട്ടെ. നാളെ എന്നെ ഒരു യുവാവ് നാളെ വന്നിട്ട് നാളെ ഒരു സംരംഭം ഇവിടെ വന്നിട്ട് കച്ചവടം ചെയ്യരുത്. ഇൻവെസ്റ്റ്മെൻറ്റ് കേരള എല്ലാവരും നമ്മളെല്ലാവരും വിളിച്ചു, കലക്ടറായി ബന്ധപ്പെട്ടിരുന്നു, എല്ലാവരും ഹെൽപ്പ് ചെയ്തിരുന്നു. പക്ഷേ അവരൊക്കെ നിസ്സഹായരാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിസ്സഹായരാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ചെയ്യണം ഇവിടെ വന്ന് ആദ്യം ലോക്കൽ ലെവലിൽ കണ്ടിട്ട് അവരുടെ സമ്മതം, അപ്രൂവലും കോർട്ട് ഓർഡറെന്ന് അവർ പറഞ്ഞത് കത്തിച്ച് കളയെന്ന് പറഞ്ഞത്. അങ്ങനെയുള്ള സാധനം എന്ത് വരും? വണ്ടി കത്തിച്ച് കളയും, വണ്ടിച്ചത് പ്രസ്ഥാനമാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ പറയുന്നത്, ഭീഷണിപ്പെടുത്താണ്.
അപ്പോൾ പുതിയ പുതിയ ഓരോ കാര്യങ്ങളൊക്കെ അവരിങ്ങനെ എടുത്ത് വന്നുകൊണ്ടിരിക്കുക. ഈ ഞാനിപ്പോൾ ഒരു മീഡിയയുടെ മുമ്പിൽ ഈ ആവശ്യ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞാൽ എൻ്റെ ജീവന് സംരക്ഷണം ഉണ്ടാവില്ല, എൻ്റെ സ്വത്തിന് സംരക്ഷണം ഉണ്ടാവില്ല, എൻ്റെ കുടുംബത്തിന് സംരക്ഷണം ഉണ്ടാവില്ല. ഓക്കെ, ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഇത് പറഞ്ഞാൽ 2 ദിവസം കഴിയുമ്പോൾ ഒരാഴ്ച കഴിയുമ്പോൾ ഞാൻ അനുഭവിക്കാൻ വന്ന് എനിക്കറിയുള്ളൂ. എനിക്കിപ്പോൾ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ തുറന്ന് പറഞ്ഞാൽ എനിക്ക് ജീവൻ എനിക്ക് സംരക്ഷണം തരുന്നുണ്ടെങ്കിൽ ഞാൻ ഇതെല്ലാം തുറന്ന് പറഞ്ഞുതരാം. അല്ല, ഇതൊക്കെ അൺഒഫീഷ്യലായിട്ട് ഇവരെല്ലാം ചെയ്തപ്പോൾ നമ്മളതിന് തയ്യാറല്ല എന്നുള്ള രീതിയിൽ വരുമ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ മാറണേ. എത്ര രൂപയാണ് ആവശ്യപ്പെട്ടത്? അല്ല, ഞാനിപ്പോൾ അതിനുള്ള ഒരു കാര്യം ഒന്നും പറയണില്ല, എമൗണ്ട് കാരണം ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പേടിയാണ് ജീവിക്കുന്നത്. എൻ്റെ അവസ്ഥ അതാണ്. ഞാനെതിരല്ല, പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ഒരു പറഞ്ഞു കഴിഞ്ഞാൽ നാളെ എൻ്റെ കുടുംബത്തിൽ എനിക്ക് സഞ്ചരിക്കാൻ അവിടെ പറ്റില്ല. ഇപ്പോൾ ലക്ഷോർ ഹോസ്പിറ്റലിൽ ജീവിക്കുന്ന ആ കേസ് പോലെ ഇനി എന്തൊക്കെ കേസുകൾ എനിക്കത് വരാനിരിക്കുന്നു. ഫയർ ആൻഡ് സേഫ്റ്റിയിൽ എല്ലാം വന്ന് അവർ വന്ന് ഞാൻ എല്ലാ പേപ്പറും കാണിച്ചു കൊടുത്തു. ബഹുമാനപ്പെട്ട കോടതി വിധി നടപ്പിലാക്കി തരാൻ ഞങ്ങളുടെ താഴ്മയ ഒരു അപേക്ഷ അത്രയേ ഉള്ളൂ. കാരണം ചെയ്തു പോയൊരു തെറ്റ് ഇനി ചെയ്യില്ല. എന്തായാലും 12 കോടി രൂപ മുടക്കിയ ഒരു പ്രവാസിയാണ് കമറുദ്ദീൻ. അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിന് മുന്നിലാണ് ഇത്തരത്തിലൊരു വലിയ സമരം നടക്കുന്നത്. ഇത് അടച്ചിടുക മാത്രമാണ് ഇനിയുള്ള ഏക പോംവഴി എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത INTUC തൊഴിലാളികൾക്ക് ഇവിടെ ജോലി ചെയ്യാൻ കഴിയില്ല. അദ്ദേഹം പറയുന്നത് വളരെ ശരിയാണ്. ഒരുപാട് വിലപിടിപ്പുള്ള ഫ്രൂട്ട്സുകളാണ്, അത് അത്രയും കെയർ ചെയ്ത് വേണം ഇറക്കാനും അതുപോലെ തന്നെ കയറ്റി വെക്കാനുമൊക്കെ. ആ ഒരു സാഹചര്യത്തിൽ ഇവർ അശ്രദ്ധമായി ഇറക്കുകയോ മറ്റോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വലിയ നഷ്ടമാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ ഈ ഫോർക്ക് ലിഫ്റ്റ് പോലുള്ള ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇത് കയറ്റി ഇറക്കുകയും ഒക്കെ ചെയ്യുന്നത്. ഇവിടെ ഇത്തരത്തിൽ തൊഴിൽ വേണമെന്ന് പറയുന്നത് അന്യായമാണ്. അദ്ദേഹത്തിന് നിരവധി സ്ഥാപനങ്ങൾ ഉണ്ട്, അവിടെയൊക്കെ ഈ തൊഴിലാളികൾക്ക് തൊഴിൽ നൽകുന്നതാണ്. പക്ഷേ ഇവിടുത്തെ ഇവരുടെ ഒരു ആവശ്യം അന്യായമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും INTUCയുടെ ഈ ഒരു നിലപാട് അദ്ദേഹത്തിന് ഒട്ടും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത്. എന്തായാലും വ്യവസായികളൊക്കെ ഇവിടെ വ്യവസായം തുടങ്ങുന്നത് ഇനി ശ്രദ്ധിച്ചു വേണമെന്നും അദ്ദേഹം പറയുകയാണ്. കൊച്ചിയിൽ നിന്നും അഭിശങ്കറിനൊപ്പം R. പിയൂഷ്, മറുനാടൻ TV.